ഹലോ, ഞാനേ ഇന്ന് ഒരു മിക്സഡ് ഫ്രൈഡ് റൈസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് എല്ലാവരെയും കാണിക്കാമേ. അതിന് വേണ്ട സാധനങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇതിന് ഞങ്ങൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അത് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ കറിയായിട്ടാണ് ഉണ്ടാക്കിയത് ഞങ്ങളിതിന്. അപ്പം ഞാനിതിന് വേണ്ട സാധനങ്ങളൊക്കെ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ബീൻസ്, ബ്രക്കോളി, സ്പ്രിങ് ഓണിയൻ, ഗ്രീൻ പീസ്, പിന്നെ കുറച്ച് പ്രോൺസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെന്താ മുട്ടയുണ്ട്. മുട്ടയും ചേർത്തിട്ട് മിക്സഡ് റൈസ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ കറിയൊന്നും വേണ്ട, പ്രത്യേകിച്ച് വേറെ കറി വേണ്ട. എന്നാലും ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ വറുക്കുവാണേ. ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചത് ഞങ്ങൾ കുറച്ച് സോയാബീൻ സോസിൽ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടിയിട്ടൊക്കെ ഒന്ന് ചെയ്ത് വെച്ച ശേഷം അത് ഒന്ന് വറുത്തെടുക്കുക. പക്ഷേ ഭയങ്കര ഇതായിട്ടൊന്നും വറുക്കണ്ട കേട്ടോ, ഭയങ്കര ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ചെമ്മീൻ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചെറിയ കുരുമുളക് പൊടിയിട്ട് ഒന്ന് വേവിക്കുവാണ്. വെന്ത് ആ ചെമ്മീൻ എടുക്കുകയാണ്. വേവിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വേവിക്കേണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് അത് ഊറ്റിയെടുക്കണം. ആ വെള്ളം അവിടെ മാറ്റി വെക്കണം. അതിനുശേഷം ബട്ടർ ഇട്ടിട്ട്, ബട്ടറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളുടെ എഗ്ഗ് നമുക്ക് എത്ര വേണം അത്രയും വെജിറ്റബിൾസും അത്രയും മുട്ടയൊക്കെ എടുക്കാം കേട്ടോ, നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. അത്രയും ചേരുന്നത് നല്ലതാണ്. നമ്മൾ ഇത്രയും മുട്ട എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒന്ന് ഇതുപോലെ വറുത്തെടുത്ത് വെക്കുക. ഒരുപാട് ഹൈ ഇതിൽ വറുക്കണ്ട കേട്ടോ. അതിനുശേഷം പിന്നെയും ബട്ടറിൽ നമ്മൾ ഈ സ്പ്രിങ് ഓണിയൻ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തുള്ള ഓണിയനും ഗാർലിക് അരിഞ്ഞതും കൂടി നമ്മൾ ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇടുന്നു കണ്ടോ. സ്പ്രിങ് ഓണിയൻ, പിന്നെ സ്പ്രിങ് ഓണിയൻ അല്ല, ഈ ബ്രക്കോളി, ക്യാരറ്റ്, പിന്നെ എല്ലാ സാധനങ്ങളും നമ്മളതിലിടുന്നു. ഗ്രീൻ പീസ്, ബീൻസ് എല്ലാം ചേർത്ത് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നു. ഒരുപാട് വേവിച്ച് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടേ. നമ്മൾ ചോറ് വേവിച്ചത് എങ്ങനെയാണ്, ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ടാണ്. വെള്ളം തിളച്ചതിന് ശേഷം അരിയിട്ട് വേവിച്ചു. അത് നമ്മൾ ഊറ്റി വെച്ചിട്ട് നമ്മളതിലേക്ക് ചേർത്തു. അതിനുശേഷം നമ്മുടെ ഈ ചെമ്മീനും നമ്മുടെ വറുത്ത് വെച്ച ചിക്കനും ചേർത്തു. നന്നായിട്ട് ഇളക്കി, കുറച്ച് ഉപ്പും ആവശ്യത്തിനിട്ടു, കുറച്ച് ഷുഗറും ആഡ് ചെയ്തു. നമ്മുടെ മുട്ട വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും ഇട്ടു. അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് സെലറി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. കമൻറ്റ് ചെയ്യണേ. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എനിക്ക് ലൈക്ക് തരണം, കമൻറ്റ് തരണം, എന്നെ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഞായറാഴ്ച, ഹാപ്പി സൺഡേ ആശംസിക്കുന്നു. ബൈ.